ആശുപത്രികളിൽ സ്റ്റെന്റ് വിതരണം നിലച്ചതോടെ ഹൃദ്രോഗ ചികിത്സകൾ പ്രതിസന്ധിയിൽ. രണ്ടാഴ്ചയായി വിതരണം നിലച്ചിട്ട് വിതരണ കമ്പനികൾക്ക് നൽകാനുള്ള 1.5 കോടിയിലധികം കുടിശ്ശിക നൽകാത്തോടെയാണ് ഈ മാസം ആദ്യം മുതൽ സ്റ്റെന്റ് വിതരണം നിർത്തിവെച്ചത് എന്നാണ് വിവരം. ഇതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അടക്കം ഹൃദ്രോഗ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സ്ഥിതിയാണ്. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സാരംഗ്, 1.5 കോടിയാണ് കുടിശ്ശിക. നേരത്തെ നമുക്കറിയാം ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം ചെറുതല്ല. അന്ന് മുഖ്യമന്ത്രിയൊക്കെ അതിനെ വളരെ ലഘൂകരിച്ച് കണ്ടതാണ്. ഇപ്പോൾ പുതിയ പ്രതിസന്ധി പുറത്തു വരികയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രഞ്ജിത്ത്, ഇത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കാൻ ആരംഭിച്ചിട്ട് കുറച്ചധികം നാളുകളായി. കാരണം ഈ ഒരു സ്റ്റെന്റ് വിതരണം നടക്കുമ്പോൾ, അതായത് ഈ ഒരു സ്റ്റെന്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന് പകരം ഇത് കൺസൈൻമെന്റ് രീതിയിലാണ് സർക്കാർ ആശുപത്രികളിൽ ഇത്തരം സ്റ്റെന്റുകൾ വിതരണം ചെയ്യുന്നത്. അതായത് സ്റ്റെന്റുകൾ ഈ ഒരു വേണ്ട സൈസുകളിലുള്ള സ്റ്റെന്റുകൾ ഈ ആശുപത്രികളിലേക്ക് എത്തിക്കുകയും അതിനുശേഷം ഇത് രോഗികൾക്ക് ഉപയോഗിച്ച ശേഷം അത് ഇൻഷുറൻസ് തുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരിൽ നിന്നും ഇൻഷുറൻസ് തുക അനുവദിച്ച് കിട്ടുന്ന മുറയ്ക്ക് ഈ വിതരണ കമ്പനികൾക്ക് നൽകുന്ന ഒരു രീതിയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലൊക്കെ പിന്തുടർന്നു വരുന്നത്. പക്ഷേ ഈ ഒരു ഇൻഷുറൻസ് തുകയിൽ അനുവദിച്ചു വരുന്നതിലുള്ള കാലതാമസമാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റെന്റ് വിതരണക്കാർക്ക് ഇങ്ങനെ പണം നൽകാനുള്ള ഒരു കാലതാമസം നേരിടുന്നത്. കേരളത്തിൽ മൊത്തമായി 150 കോടിയിലധികം രൂപയാണ് മൊത്തം, അതായത് എല്ലാ സ്റ്റെന്റ് വിതരണ കമ്പനികൾക്കും നൽകാനുള്ളത് മൊത്തത്തിൽ. അതായത് ജില്ലാ ആശുപത്രിയിലും ഇപ്പോൾ സർക്കാർ ജില്ലാ ആശുപത്രിയിലടക്കം കാത്ത് ലാബ് സൗകര്യമുണ്ട്. മാത്രമല്ല മെഡിക്കൽ കോളേജുകളിലും ഇത്തരത്തിലുള്ള ഹൃദ്രോഗ ചികിത്സകൾ നടക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗം നടക്കുന്ന ചികിത്സകളുടെയും തുക, ഇൻഷുറൻസ് തുകകൾ ഈ ആശുപത്രികൾക്ക് ഇത്തരത്തിൽ സർക്കാർ നൽകുന്നില്ല. അതിന്റെ ഭാഗമായാണ് ഈ സർക്കാർ ആശുപത്രികൾക്ക് വിതരണ കമ്പനികൾക്ക് ഇങ്ങനെ തുക നൽകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നത്. മാത്രമല്ല ഈ ഒരു 2 ആഴ്ചയോളമായി ഈ ഒരു സ്റ്റെന്റ് വിതരണം നിലച്ചതോടെ നിലവിൽ കൺസൈൻമെന്റ് പ്രകാരം ഈ ഒരു ആശുപത്രികളിലുള്ള സ്റ്റെന്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു സ്റ്റോക്ക് തീരുന്നതോടുകൂടി ചികിത്സകൾ പൂർണ്ണമായും മുടങ്ങാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഇത് നമുക്കറിയാം, സർക്കാർ ആശുപത്രികളിലൊക്കെ ഹൃദ്രോഗ ചികിത്സ ദിവസം വളരെയധികം നമ്പറുകൾ ഉണ്ടാവും. ഒരു മാസം 300-ലധികം ആൻജിയോപ്ലാസ്റ്റികൾ നടക്കുന്ന സർക്കാർ ആശുപത്രികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാപകമായുള്ള ഒരു സ്റ്റെന്റ് വിതരണം നിലയ്ക്കുന്നതോടുകൂടി ഹൃദ്രോഗ ചികിത്സ, അതായത് സാധാരണക്കാർ ഇത്തരത്തിൽ ഈ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം ചെറിയൊരു തുകയ്ക്ക് ഈ ഒരു 1.5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയൊക്കെയാണ് ഒരു ആൻജിയോപ്ലാസ്റ്റിക് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചിലവാക്കേണ്ടി വരുന്നത്. പക്ഷേ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ വളരെ ചെറിയൊരു തുക മാത്രമേ ചിലവാക്കേണ്ടി ഇരിക്കുന്നുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സ്റ്റെന്റ് വിതരണം മുടങ്ങുന്നതോടുകൂടി ഈ ചികിത്സ പൂർണ്ണമായും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ഇത്തരത്തിലൊരു സാഹചര്യം ചൂണ്ടിക്കാട്ടി സൂപ്രണ്ടിനടക്കം കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം നിലവിലെ സാഹചര്യം സമാനം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഡോക്ടർമാരുടെ ഒരു പരിചയത്തിന്റെ പുറത്തും ഈ ഒരു വർഷങ്ങളായി ഈ ഒരു സ്റ്റെന്റ് വിതരണം നടത്തുന്ന ഒരു പരിചയത്തിന്റെ പുറത്തടക്കം ചെറിയ രീതിയിൽ ഇതിന് മുൻപടക്കം ഈ സ്റ്റെന്റ് വിതരണക്കാർ ഈ സ്റ്റെന്റുകൾ ചെറിയ രീതിയിലൊക്കെ നൽകിയിരുന്നു. പക്ഷേ നിലവിലെ അവർക്ക് അത്തരത്തിലൊരു നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇവർക്ക് വരുന്നത്. കാരണം ഈ ഒരു പുറമേ നടക്കം ഇറക്കുമതി ചെയ്യുന്ന സ്റ്റെന്റുകൾ, ഉയർന്ന ക്വാളിറ്റിയുള്ള സ്റ്റെന്റുകളാണ് സർക്കാർ ആശുപത്രികൾ രോഗികൾക്ക് നൽകുന്നത്. പക്ഷേ അത് ഈ ഒരു തുക നൽകാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നതോടുകൂടി ഈ ഒരു ചികിത്സ പൂർണ്ണമായും മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലെയും സാഹചര്യം അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. രഞ്ജിത്ത്, അതാണ് ഇപ്പോൾ 150 കോടി രൂപയുടെ കുടിശ്ശികയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഈ കമ്പനികൾക്ക് നൽകാനുള്ളത് എന്നുള്ളതാണ്. ഒരാഴ്ചയായി സ്റ്റെന്റ് വിതരണം നിലച്ചിട്ട് എന്നുള്ള വിവരം കൂടി വളരെ ഗൗരവതരമായുള്ള രീതിയിൽ പുറത്തു വരുന്നുണ്ട്. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. പ്രതിപക്ഷം സ്വാഭാവികമായും ഈ വിഷയം സഭയിൽ ഉന്നയിക്കുകയും ചെയ്യും. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.